ഞങ്ങളിപ്പോൾ കൊൽക്കത്തയിലാണുള്ളത്. ഇന്ന് സയൻസ് സിറ്റി ഒന്ന് കാണണം, പറ്റിയ കുറച്ച് സ്ഥലങ്ങളിലൊന്ന് കറങ്ങണം. പക്ഷേ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇവിടെയുള്ള നാട്ടുകാരും രാഷ്ട്രീയത്തെപ്പറ്റി അറിയാവുന്നവരുമൊക്കെ ചെറിയ ലഹളകളൊക്കെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ള ഭയത്തിലാണ് എല്ലാവരും എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ റോഡിലൊന്നും അധികം തിരക്ക് കണ്ടില്ല. പക്ഷെ ഊബർ ടാക്സിയുടെ സൗകര്യം എല്ലായിടത്തും ലഭ്യമായിരുന്നു. ഇങ്ങനത്തെ ദിവസങ്ങളിൽ വലിയ ആളും ബഹളമൊന്നും എവിടെ ഉണ്ടാവില്ല. ആളുകൾ ജോലിക്ക് പോവുകയോ സ്കൂളുകൾ തുറക്കുകയോ അങ്ങനെ യാതൊന്നും ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ അരക്ഷിതാവസ്ഥ മുന്നിൽ കണ്ട് ഞങ്ങൾ കാറൊന്നും എടുക്കാതെ ഒരു ഊബർ ടാക്സിയുടെ സഹായത്തോടെയാണ് ഇവിടെ എത്തിയത്. ഇത് സയൻസ് സിറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് സിറ്റി ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ആ പ്രദേശത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടി മാത്രം അവരിത് തുറന്നു വെക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയും നമുക്കുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ കേബിൾ കാറിലൊരു സഞ്ചാരം. ഈ കേബിൾ കാർ ഒന്ന് അനങ്ങി തുടങ്ങിയപ്പോൾ ധ്യാനിന് ചെറിയൊരു പേടിയായി. ഈ കാണുന്നതാണത്രേ ഷാരൂഖ് ഖാൻ്റെ ഫ്ലാറ്റ്. നമ്മുടെ ഊബർ ടാക്സി ചേട്ടൻ തന്ന ഒരു വിവരമാണത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നുള്ള വിവിധങ്ങളായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് യാത്ര തുടർന്നു. ഈ കാണുന്നതാണ് സയൻസ് സിറ്റി. നമ്മൾ നെറ്റിലും കാര്യങ്ങളിലൊക്കെ നോക്കിയപ്പോൾ ഇതാണ് സയൻസ് സിറ്റിയുടെ ഒരു ഫോട്ടോ ആയിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ കേബിൾ കാറിൻ്റെ സഹായത്തോടു കൂടി ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരറ്റത്തേക്ക് വന്നിറങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഓരോ ഷോകൾ കാണുന്നതിനും നമ്മൾ സെപ്പറേറ്റ് ചാർജ് ഈടാക്കുന്നുണ്ട് അവർ. കുട്ടികൾ ഇവിടെ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ നോക്കാനും അതൊക്കെ പരീക്ഷിച്ച് നോക്കാനും ഒക്കെ തുടങ്ങി. ഇതൊരു സോളാർ സിസ്റ്റത്തിൻ്റെ ഗെയിമാണ്. ഇത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ സംഭവമാണ്. സോയിട്രോപ്പി എന്ന് പറയും. ഇത് സിനിമ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മോഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ആശയത്തിൻ്റെ പുതിയ രൂപമായിട്ട് നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തെ പക്ഷി പറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ തുടങ്ങിയ വാക്കുകളൊക്കെ വെച്ച് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത് ഒരു പ്ലാനറ്റോറിയത്തിൻ്റെ മാതൃകയാണ്. ഇത് 1997 ഈ സയൻസ് സിറ്റി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ജപ്പാൻ്റെ സഹായത്തോടെ നമ്മളിവിടെ വച്ചതാണ്. ഈ കാണുന്നത് ചന്ദ്രനിൽ പ്രവർത്തിക്കുന്ന ലാൻഡറും റോവറുമുള്ള ഒരു മിനിയേച്ചർ മോഡലാണ്. ഇപ്പോൾ ഈ കാണുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സ്പേസ് ജങ്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ. ഇതിന് ശേഷം ഞങ്ങൾ പോയത് ഒരു 3D ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ സോളാർ സിസ്റ്റത്തിൻ്റെയും സ്പേസിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഒരു 3D ഷോ. ഇതൊരു അടിപൊളി അനുഭവമായിരുന്നു. ഏകദേശം 20 മിനിറ്റ് നീണ്ടു നിന്ന ഈ ഒരു ഷോ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് അവിടെയുള്ള പ്ലേ ഏരിയയിലേക്കാണ്. ആ പ്ലേ ഏരിയയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇതാണ് ഫ്ലൈയിങ് ബോളിൻ്റെ ആക്ടിവിറ്റി. ഈ കാണുന്നതാണ് എയറോഡൈനാമിക്സിൻ്റെ ആക്ടിവിറ്റി. എങ്ങനെയാണ് പക്ഷികളുടെ ചിറകും അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ്റെയും ഹെലികോപ്റ്ററിൻ്റെയൊക്കെ വിങ്സുമൊക്കെ പറക്കുമ്പോൾ സ്പീഡും ഡയറക്ഷനും ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനുള്ളത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഈ കാണുന്നതാണ് ലിക്വിഡ് പെയിൻറ്റിങ്. ഡിഫറെൻറ്റ് ഡെൻസിറ്റിയുള്ള ലിക്വിഡ്സ് ഒരേ പ്ലാറ്റ്ഫോമിൽ ഒഴിച്ചിട്ട് അതുകൊണ്ട് വിവിധ രൂപങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റും. ഇവിടെ വാക്ക് ഓൺ പിയാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഷനാണ്. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഇത് പുറപ്പെടുവിക്കും. അത് നല്ല രസമായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് അത് ഏത് രീതിയിൽ പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം അവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് പ്രശസ്തമായിട്ടുള്ള ഫൊക്കാൾട്ട് പെൻഡുലം. ഭൂമി സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കാനായിട്ട് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ പരീക്ഷണമാണിത്. ഈ കാണുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ മോഷനെ പറ്റിയിട്ട് അറിയാനുള്ള ഒരു സെറ്റപ്പാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ഇൻഫിനിറ്റി വെൽ. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളതാണ്. മിറേഴ്സ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഈ കാണുന്നത് എനർജി കൺവേർഷൻ്റെ ഹെൽപ്പോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന മെക്കാനിക്കൽ എനർജി അനുസരിച്ച്
ആ ബോൾ എത്ര ഹൈറ്റ് വരെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അങ്ങനെ ഇത്രയും കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ അതിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇനി മെയിൻ കാഴ്ചകൾ വരുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ് എന്നുള്ളതാണ്. അതിന് പുറത്ത് ഒരു ചെറിയ പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഈ പുള്ളിയൊക്കെ പോലത്തെ സിമ്പിൾ മെഷീൻസ് വെച്ചിട്ട് സെൽഫ് റേസ് ചെയ്യാനുള്ള ഒരു മെഷീനാണത്, ഒരു സെറ്റപ്പാണത്. ഇത് വീണ്ടും ഒപ്റ്റിക്കൽ ഇല്യൂഷൻ തന്നെ. ഈ തത്തയെ നമ്മൾ ഇതിനെ കൂട്ടിലാക്കണം. ധ്യാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു പിൻഹോൾ ക്യാമറയിൽ കൂടെയാണ്. ഇതിനകത്തു കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു റിയൽ ഇമേജ് ആണ്, അതായത് ഒരു തലതിരിഞ്ഞ ഇമേജ്. പിന്നീട് ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി നടന്നെങ്കിലും ഞങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ കുറേ നേരം നടന്ന് നമ്മൾ ചോദിച്ചപ്പോഴാണ് അപ്പോഴത്തെ ഒരു ബിൽഡിങ്ങിൽ കുറച്ചുകൂടെ റൈഡ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. പറഞ്ഞല്ലോ, ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം കൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവുള്ളൊരു ദിവസമായിരുന്നു ഇത്. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ഹ്യൂമൻ ഇവല്യൂഷൻ്റെ കഥ പറയുന്ന ഒരു യാത്രയിലേക്കാണ്. ഡാർവിൻ്റെ സിദ്ധാന്തം. അങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷൻസിൻ്റെ ഒക്കെ ഹെൽപ്പോടുകൂടി ആ കഥ തുടങ്ങി. ആദ്യം ഭൂമി വന്നു, ജലം വന്നു, പിന്നെ സൂക്ഷ്മജീവികൾ വന്നു, ഉഭയജീവികൾ വന്നു, പാമ്പ് വന്നു, ആന വന്നു, ഡിനോസറുകൾ വന്നു, പിന്നെ കുരങ്ങനും മനുഷ്യനും വന്നു. അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും കുറേ ഏരിയ കണ്ടു. അവിടെ ആക്ടിവിറ്റീസിനേക്കാൾ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആണ് ഉണ്ടായത്. കുറച്ച് വൈകിയതുകൊണ്ട് കുട്ടികൾക്കത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. മൊത്തത്തിൽ സയൻസ് സിറ്റിയുടെ ഒരു അനുഭവം ഒരുപാട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കുട്ടികൾക്ക് ശാസ്ത്രത്തോടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരാൻ ഇതൊരു പരിധി വരെ സഹായിച്ചേക്കാമെന്ന് തോന്നി. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ ഏതാണ്ട് അറിഞ്ഞു തുടങ്ങിയിരുന്നു. കൂടുതൽ ഭൂരിപക്ഷമുള്ള ആളുകൾ അതനുസരിച്ച് അവരുടെ ആഘോഷങ്ങളും തുടങ്ങിയിരുന്നു. അന്തരീക്ഷം മൊത്തത്തിലൊന്ന് കലുഷിതമായ പോലെ തോന്നി. പിന്നെ ഞങ്ങൾ അധിക സമയം അവിടെ തീർന്നില്ല. യാത്രകൾ തുടരും.